ഹായ് ഹലോ, അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ മീഷോയിൽ നിന്ന് ശിവുവിന് വേണ്ടിയിട്ട് വാങ്ങിയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ആണ് കാണിക്കാൻ പോകുന്നത് കേട്ടോ. അതായത് ഇത് ടോയ്സ് എന്നല്ല, എഡ്യൂക്കേഷണൽ ടോയ്സ് എന്ന് വേണമെങ്കിൽ പറയാം. നമുക്ക് ജസ്റ്റ് എന്താ പറയുക, കുട്ടികൾക്ക് കളിക്കാൻ വേണ്ടി മാത്രമല്ല, അവരുടെ മെൻ്റൽ ഡെവലപ്മെൻറ്റിനും അതുപോലെ തന്നെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനും എല്ലാത്തിനും ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് പ്രൊഡക്റ്റുകളാണ്. അത് അവർക്ക് പഠിക്കാനും അതുപോലെ തന്നെ അവരെ കുറച്ച് എൻഗേജ്ഡ് ആയിട്ട് ഇരുത്താനും ഒക്കെ ഹെൽപ്പ് ചെയ്യാവുന്ന പറ്റുന്ന പ്രൊഡക്റ്റുകളാണ്, ടോയ്സ് അല്ല. അപ്പോൾ ഇതെല്ലാം ഒരു 300 ബിലോ വരുന്ന പ്രൊഡക്റ്റുകളാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ റീസെൻ്റ്ലി പറയുമ്പോൾ എങ്ങനെ പോയാലും ഒരു 3 മാസമൊക്കെ ആയിട്ടുണ്ടാവും. അവൻ യൂസ് ചെയ്ത് അവനെ ഇഷ്ടപ്പെട്ടു എന്ന് തോന്നിയിട്ടുള്ള പ്രൊഡക്റ്റുകളാണ് കേട്ടോ. ഇതിലെ കുറച്ച് ബുക്കുകളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരുവിധം എല്ലാ ഏജിലുള്ളവർക്കും ഹെൽപ്ഫുൾ ആയിട്ടുള്ളതായിരിക്കും. അപ്പോൾ ഒരു പ്രൊഡക്റ്റായിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നായിട്ട് എൻ്റെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിന് മുന്നേ ഞാൻ മീഷോൻ്റെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട്. മീഷോ അൺബോക്സിങ് ഇഷ്ടപ്പെടുന്നവർക്ക് ആ വീഡിയോസ് ഒന്ന് എടുത്ത് നോക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ചാനലിലുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഫോളോ ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് ഫസ്റ്റ് പ്രൊഡക്റ്റ് കാണാം. ഫസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഒരുവിധം കുട്ടികളുള്ളവർ എന്തായാലും കണ്ടിട്ടുണ്ടാവുമായിരിക്കും, വാങ്ങിയിട്ടുണ്ടാവുമായിരിക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഇതൊരു ബെസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. എന്തായിരിക്കും ബെസ്റ്റ് പ്രൊഡക്റ്റ് എന്ന് പറയാൻ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇത് ബുക്കാണ്, ഒരു പില്ലോ ബുക്കാണ് കേട്ടോ. അപ്പോൾ നമുക്കറിയാം കുട്ടികളെ എപ്പോഴും വലിച്ചു പറിക്കാനും അതുപോലെ തന്നെ എന്താ പറയുക, കീറി കളയാനൊക്കെ ഉള്ള ചാൻസസ് വളരെ കൂടുതലായിരിക്കും. പക്ഷേ ഈ ഒരു ബുക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് എങ്ങനെയൊക്കെ നോക്കിയാലും വലിച്ചു പറിക്കാനോ കീറി കളയാനോ പറ്റാത്ത തരത്തിലാണ്. ഇത് ക്ലോത്ത് ആണ് വരുന്നത്. അപ്പോൾ അത്യാവശ്യം ലോങ് ലാസ്റ്റിംഗ് ആയിട്ട് നിൽക്കും. അതുപോലെ തന്നെ വാഷ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പം ഇത് കുറച്ചായി വാങ്ങിയിട്ട്, അതുകൊണ്ടാണ് ഇതിൻ്റെ കോല ഇങ്ങനെ ഇരിക്കുന്നത്. അവൻ അത്യാവശ്യം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുന്നൊരു സംഭവമാണ്. ഇതിൽ ഈ ഇന്ത്യയുടെ കൂടൊന്നും ഈ 2 വയസ്സായ കുട്ടിക്ക് ആവശ്യം വരില്ല. എന്നാലും കുറച്ച് മുതിർന്ന കുട്ടികൾക്കാണെങ്കിലും ഹെൽപ്ഫുൾ ആവാൻ പറ്റുന്ന, അവർക്ക് പഠിക്കാൻ തക്കവണ്ണം ഇപ്പോൾ ഇന്ത്യയുടെ മാപ്പും അതുപോലെ തന്നെ അതിൽ വരുന്ന സ്റ്റേറ്റുകളും കാര്യങ്ങളൊക്കെ അവർക്ക് പഠിക്കാവുന്നേ ഉള്ളൂ. അതല്ലാതെ ഈ 2 വയസ്സായ കുട്ടികൾക്കുള്ള കാര്യങ്ങളും ഇതിൽ വരുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് ബോഡി പാർട്സിൻ്റെ ഒരു പേജാണ് വരുന്നത്. അവർക്ക് അവരുടെ ബോഡി പാർട്സ് ഐഡന്റിഫൈ ചെയ്യാനും ഒരു ഫോട്ടോയിലൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ അവർക്ക് പെട്ടെന്ന് അത് ക്ലിക്ക് ആവും അല്ലേ. പിന്നെ വന്നിട്ട് ആൽഫബറ്റ്സ് ആണ് കേട്ടോ. ആൽഫബറ്റ്സ് പറയുമ്പോൾ ജസ്റ്റ് ആൽഫബറ്റ്സ് മാത്രമല്ല കൊടുത്തിരിക്കുന്നത്, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. A ഫോർ ആപ്പിൾ, B ഫോർ ബോൾ, ആ ഒരു ഫോട്ടോ അടക്കം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ പെട്ടെന്ന് അത് ക്യാച്ച് ചെയ്യും. അപ്പോൾ ആൽഫബറ്റ്സ് ആണെങ്കിലും E ഫോർ എന്താ ചോദിച്ചു കഴിഞ്ഞാൽ എലിഫന്റ് ആണ് എന്നുള്ളത്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് ഇങ്ങനെ കണ്ട് ഗ്രാസ്പ് ചെയ്യാനുള്ള കപ്പാസിറ്റിയാണ് കൂടുതൽ എന്നാണ് പറയുക. അപ്പോൾ ഇങ്ങനെ കണ്ട് അവർ പഠിച്ചോളും. പിന്നെ അത് കേടുവരുന്നുള്ള പ്രശ്നം വരുന്നില്ല. അവർ എടുത്തിട്ടോ പിടിച്ചിട്ടോ കിടക്കുമ്പോഴോ ഒക്കെ അത് നോക്കിയിട്ട് നമുക്ക് അങ്ങനെ ഒരു ടെൻഷൻ ഇല്ല എന്ന് പറയാം. പിന്നെ നെക്സ്റ്റ് വരുന്നത് ഹിന്ദി വർണ്ണമാല എന്ന് പറഞ്ഞിട്ടാണ്. ഇത് ആക്ച്വലി നോർത്ത് നിന്ന് വരുന്ന പ്രൊഡക്റ്റ് ആയ കാരണം കൊണ്ട് അവർ ആഡ് ചെയ്തിരിക്കുന്നതാണ്. ഇതിലും ഈ പറഞ്ഞ മാതിരി ഇതൊക്കെ വരുന്നുണ്ട്. അപ്പം നമ്മൾ കുറച്ച് മുതിർന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ, ഇപ്പം ചെറുപ്പം തൊട്ട് തന്നെ ഹിന്ദി കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അപ്പൊ പഠിക്കുന്ന കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും കേട്ടോ. ഇതങ്ങനെ ഫെയ്ഡായി പോകുന്നതോ അല്ലെങ്കിൽ നാശമായി പോകുന്നതല്ല. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് പറയാൻ കാരണം ഇത് അത്രമാത്രം റഫ്യൂസ് ചെയ്തിട്ടും ഇപ്പോഴും ഇതുപോലെ ഉണ്ട്. അത് കാരണം കൊണ്ടാണ് കേട്ടോ. നെക്സ്റ്റ് ഒരു പേജ് വരുന്നത് നാഷണൽ സിംബൽസ് ആണ്. നാഷണൽ സിംബൽസ് ഏതൊക്കെയാണ്, അത് അതിൻ്റെ ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. പിന്നെ നമ്പേഴ്സ് 1, 2, 3, 4 ആ നമ്പേഴ്സ് മാത്രമല്ല, ആ 1 എന്ന് പറയുമ്പോൾ ഒരെണ്ണം അവിടെ വെച്ചിട്ട് ഒരു പ്രൊഡക്റ്റ്, 2 പറയുമ്പോൾ 2 എണ്ണം അവിടെ കാണിച്ചിട്ടുണ്ട്. അങ്ങനെ അവർക്ക് കുറച്ചുകൂടെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ. പിന്നെ വെഹിക്കിൾസിൻ്റെ ഫോട്ടോയും അതിൻ്റെ എന്താ പറയുക, ബസ്, ആംബുലൻസ്, അതിൻ്റെ ഇനീഷ്യലും കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ വന്നിട്ട് ഷേപ്സ് ആണ്, ഏതൊക്കെ ഷേപ്സ് ആണ് ഉള്ളത് എന്നുള്ളത് നമുക്ക് കാണിച്ചു കൊടുത്ത് പഠിപ്പിക്കാൻ പറ്റും. പിന്നെ കളേഴ്സ് വരുന്നുണ്ട്. പിന്നെ സൺഡേ, മൺഡേ, വീക്സ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പിന്നെ മന്ത്സ് വരുന്നുണ്ട്. മന്ത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് അങ്ങനെ. പിന്നെ വന്നിട്ട് ഫ്രൂട്ട്സ് ഏതൊക്കെയാണ് അത് ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് പറയുമ്പോൾ അവർക്ക് നോക്കി പഠിക്കാനുള്ള എളുപ്പം കാണാനുണ്ട്. പിന്നെ വെജിറ്റബിൾസ് ഉണ്ട്. പിന്നെ ഡൊമസ്റ്റിക് ആനിമൽസ് എന്ന് പറഞ്ഞിട്ടൊരു പേജ് ഉണ്ട്. പിന്നെ ഇതേ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് കൈ കഴുകണം, കുളിക്കണം, വേസ്റ്റ് ബിന്നിലിടണം, ഭക്ഷണം കഴിക്കണം, അങ്ങനത്തെ ബ്രഷിങ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വരുന്നുണ്ട്. അങ്ങനെ ഇത്രയും സംഭവങ്ങളാണ് കേട്ടോ ഈ ഒരു ബുക്കിൽ വന്നിരിക്കുന്നത്. പിന്നെ ചില ഈ സെയിം പില്ലോ ബുക്കിൽ തന്നെ ഡിഫറെൻ്റ് ആയിട്ട് വരുന്ന കാണാറുണ്ട് കേട്ടോ. കാരണം ഞാൻ ഇതേ ലിങ്കിൽ തന്നെ വേറെ ഓർഡർ ചെയ്തപ്പോൾ വേറെ ഡിഫറെൻറ്റ് പേജുകളാണ് വന്നിരുന്നത്. എന്നാലും അതും ഈ പറഞ്ഞ മാതിരി പിക്ചേഴ്സ് മാത്രമേ വ്യത്യാസമുള്ളൂ. യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് വരുന്നത്. പിന്നെ ഇത് നമുക്കിങ്ങനെ ആവശ്യം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ നമുക്കിങ്ങനെ ഒട്ടിച്ച് വെക്കാനായിട്ട് പറ്റും.
എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാൻ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. പിന്നെ ഈ തലയ്ക്കൊക്കെ വെക്കാന്നൊക്കെ പറയുന്നത് തലോണ മാതിരി, പക്ഷെ നമ്മൾ ബുക്കുകളൊന്നും ഒരിക്കലും തലയ്ക്ക് വെച്ചുറങ്ങാറില്ലല്ലോ. അപ്പൊ ഇത് അത്യാവശ്യം നല്ല യൂസ്ഫുൾ ആണ് കേട്ടോ. ഇവൻ വന്നിട്ട് ആൽഫബറ്റ്സ് ആണെന്നുണ്ടെങ്കിലും അതുപോലെ തന്നെ ആനിമൽസിന്റെ ഒക്കെ ആണെന്നുണ്ടെങ്കിലും കുറച്ചൊക്കെ വേർഡ്സും കാര്യങ്ങളും, അതായത് പറയുന്നതൊക്കെ പഠിച്ചതൊക്കെ ഇത് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ഫസ്റ്റ് പ്രൊഡക്റ്റ് ആണ്. എനിക്ക് നല്ല ഹൈലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഞാൻ ലിങ്ക് കൊടുത്തേക്കാം. പ്രൈസ് വരുന്നത് വെറും 117 രൂപയാണ് കേട്ടോ. 117 രൂപയ്ക്ക് ഇത് വളരെ വലിയൊരു വർത്ത് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. എൻ്റെ ഒരു അനുഭവത്തിൽ ജീവന് വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. ഇതെന്ത് സാധന? ബോൾ. ഇതെന്ത് സാധന? ക്യാറ്റ്. ഇതെന്ത് സാധന? ഡോഗ്. സീബ്ര. ഇതെന്ത് സാധന? അംബ്രല്ല. ഇതെങ്ങനെ നിനക്കറിയാം? അപ്പോൾ ഇത് ഇവന് 2 വയസ്സിനും താഴെ 1.5 വയസ്സോ അപ്പോഴെപ്പോഴും ഉള്ളപ്പോൾ വാങ്ങിയിട്ടുള്ള പ്രൊഡക്റ്റാണ് കേട്ടോ. അപ്പോൾ ആ വീഡിയോ ഞാനപ്പോൾ എടുത്ത് വെച്ചിട്ട് ഇപ്പോഴാണ് ഇടുന്നതെന്ന് മാത്രം. ആ ടൈമിൽ നന്നായിട്ട് അവന് വൊക്കാബുലറി കാര്യങ്ങളൊക്കെ പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഈ ഒരു ബുക്ക്. മസ്റ്റ് ബൈ ആണ് കേട്ടോ. അത്ര റേറ്റും വരുന്നില്ലല്ലോ. നെക്സ്റ്റ് എനിക്ക് ശിവുവിന് ഓർഡർ ചെയ്തിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അത് ഈ ഒരു സംഭവം വുഡൻ നോബ്ഡ് പസിൽ സെറ്റ് ആണ്. അതായത് മരത്തിൻ്റെയാണ്. അത് നല്ല എന്താ പറയുക, ക്വാളിറ്റി ആണ് കേട്ടോ. ഞാൻ ഇത്രയും പ്രതീക്ഷിച്ചില്ല സംഭവം വന്നപ്പോൾ. പിന്നെ ഇത് വരുന്ന സമയത്ത് ഫുള്ളി ഇങ്ങനെ കവർ ചെയ്തിട്ടുണ്ടാവുക. നല്ല പാക്കേജ് കാണുന്നുണ്ടെങ്കിൽ സൂപ്പർ ആയിരുന്നു കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഇതാണ് സംഭവം. ഇതിൽ പസിൽസ് വരുന്നത് ഫസ്റ്റ് ട്രാൻസ്പോർട്ട്, പിന്നെ നമുക്ക് വൈൽഡ് ആനിമൽസിന്റെ വരുന്നുണ്ട്. ഇതിൽ വൈൽഡ് ആനിമൽസിൽ ജിറാഫിനെ കാണാനില്ല കേട്ടോ. അതാണ് അതവിടെ ബ്ലാങ്ക് ആയിട്ട് കിടക്കുന്നത്. അത് ഇത് വന്നപ്പോൾ ഉണ്ടായിരുന്നു. ഇവൻ എവിടെയോ എടുത്തിട്ട് കളഞ്ഞതാണ്. ഇവിടെ എവിടെയെങ്കിലും ഉണ്ടാവും, തപ്പിയാ കിട്ടും അങ്ങനെ. പിന്നെ ഇത് ഫ്രൂട്ട്സിന്റെ ഒരു സെറ്റ് വരുന്നുണ്ട്. പിന്നെ നമുക്ക് വെജിറ്റബിൾസിന്റെ ഞാൻ ഇങ്ങനെ കാണിച്ചാൽ ചിലപ്പോൾ താഴത്ത് വീഴും, അതുകൊണ്ടാണ് ഇതുണ്ടോ വെജിറ്റബിൾസിന്റെ ഒരു സെറ്റ് വരുന്നുണ്ട്. ഇങ്ങനെയാണ് വന്നിരിക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. വളരെ ഹെൽപ്ഫുൾ ആണ് കേട്ടോ. ഇവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനാണെങ്കിലും അവർക്ക് കുറച്ചും കൂടെ എന്താ പറയുക, ഹാൻഡ് ഐ കോർഡിനേഷൻ ഒക്കെ വരാനാണെന്നുണ്ടെങ്കിലും വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. സംഭവം വേറൊന്നുമല്ല, ഞാൻ കാണിച്ചുതരാം. ഇതുണ്ടോ, ഇതിങ്ങനെ നിങ്ങൾക്ക് കാണുന്നുണ്ട് വിചാരിക്കുന്നു. ഇങ്ങനെ നമുക്ക് എല്ലാം വേറെ ആക്കി കൊടുക്കാം. പിള്ളേർക്ക് ഇതെല്ലാം വേറെ സെപ്പറേറ്റ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് അവരോട് ഇത് വെക്കാൻ പറയാം. അപ്പോൾ അവർക്ക് ഓരോന്ന് വെക്കുമ്പോൾ അവരത് പറയും. പൊട്ടറ്റോ, അതുപോലെ ക്യാരറ്റ്, അങ്ങനെ എന്താ പറയുക, എന്താ ഇതിനെ പറയുക. അപ്പോൾ ക്യാരറ്റ്, ഗ്രീൻ പീസ്, അതുപോലെ തന്നെ ബ്രിഞ്ചാൾ, ബ്രൊക്കോളി, ഇതൊക്കെ ഇന്നതാണെന്നുള്ളത് അവർക്ക് ഐഡന്റിഫൈ ചെയ്യാനും അതുപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡ് ഐ കോർഡിനേഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യാനുമായിട്ട് വളരെ സഹായകമാകുന്നതാണ് കേട്ടോ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ വെജിറ്റബിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പേരുകളൊക്കെ അവനറിയാം. അതുപോലെ തന്നെ ഫ്രൂട്ട്സ് ഏതൊക്കെയാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇതിൽ വെച്ചിട്ട് ശീലമായിട്ടാണ്. അപ്പോൾ നമ്മൾ ഓരോന്ന് വെക്കുമ്പോൾ നമ്മളും ഫസ്റ്റ് ഒക്കെ ഇങ്ങനെ കൂടെ ഇരുന്നൊന്ന് കാണിച്ചെടുക്കുക. അപ്പോൾ അവർക്ക് അതൊരു ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. പിന്നെ കുട്ടികളൊക്കെ ഈ ഫോണിലും ടി വിയിലൊക്കെ ഇങ്ങനെ മുഴുകിയിരിക്കുന്നവരൊക്കെ ആണെങ്കിൽ ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ വാങ്ങിക്കൊടുക്കുക. അവർക്കിതൊരു കളിക്കണ ഒരു സംഭവമായിട്ടും അതുപോലെ തന്നെ ഒപ്പം തന്നെ ഇതൊരു എഡ്യൂക്കേഷണൽ പർപ്പസ് ആണല്ലോ മെയിനായിട്ട്. അപ്പോൾ അങ്ങനെ അവർ കളിച്ച് പഠിച്ചോളൂ സംഭവം. അപ്പോൾ ഇതാണ്ടോ, ഇതിലൊക്കെ ഇങ്ങനെ നമുക്ക് ഈസി ആയിട്ട് വെക്കാവുന്നുള്ളൂ കേട്ടോ. അത്ര വലിയ ടാസ്ക് ഒന്നുമല്ല. ഇപ്പം ഇവന് ഇപ്പോൾ ഒരു 2 വയസ്സ് മുതൽ 3 വയസ്സ് വരെയൊക്കെ ഇത് ബെസ്റ്റ് ഒരു പ്രൊഡക്റ്റ് ആയിരിക്കും. അവർക്ക് കുറച്ചുകൂടെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യണമെന്നാണെങ്കിലും അതുപോലെ തന്നെ ഇങ്ങനത്തെ വേർഡുകൾ, ഇപ്പോൾ ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, വൈൽഡ് ആനിമൽസ്, ഇതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞ് പഠിപ്പിക്കുന്നതിനേക്കാൾ അവരത് കളിച്ച് അവർക്കത് എന്താ പറയുക ബൈ ഹാർട്ട് ആയിക്കോളും എന്ന് പറയില്ലേ. അങ്ങനെ എനിക്ക് വളരെ ഹെൽപ്ഫുള്ളായിട്ടും നല്ല ക്വാളിറ്റിയോടും തോന്നിയിട്ടുള്ള ഒരു പ്രൊഡക്റ്റാണ്. ഇതും ഈ പറഞ്ഞ മാതിരി എന്ത് ചെയ്താലും പൊട്ടിക്കാൻ പറ്റില്ല, ഉടയില്ല, അത്രയും ക്വാളിറ്റിയാണ് കേട്ടോ. അത് മരമാണ്, വുഡനാണ്. അപ്പം ഇങ്ങനെ കാർഡ്ബോർഡൊന്നും അല്ല എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നത്. അതിലെഴുതിയേക്കുന്നത് വുഡൻ ആണെന്നാണ്. അത്രയും ബലമുണ്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെ നോക്കിയാലും അടിച്ചു പൊട്ടിക്കാനോ ചവിട്ടി പൊട്ടിക്കാനോ വികൃതികളായ കുട്ടികൾക്കൊന്നും പറ്റാത്തൊരു സംഭവമാണ്. ആകെ ഒരു പ്രശ്നമുള്ളത് ഈ സംഭവങ്ങൾ മിസ്സായി പോയാലാണ്. ഇത് എവിടെയെങ്കിലും എടുത്തെറിയുക, എവിടെയെങ്കിലുമൊക്കെ അവിടെ ഇവിടെയൊക്കെ എന്തിനേലും താഴത്തൊക്കെ കൊണ്ടുപോയിട്ട് കഴിഞ്ഞാൽ നമുക്കതൊരു ടാസ്ക് ആയിരിക്കും. അത്ര മാത്രമേ ഉള്ളൂ. ഇപ്പോൾ കണ്ടില്ലേ, ഇതിൽ വന്നിട്ട് ജിറാഫിനെ കാണാനില്ല എന്ന് പറഞ്ഞല്ലോ. അത് പിന്നെ ഇപ്പോൾ എവിടെയെങ്കിലും താഴത്തുനിന്ന് എവിടെയെങ്കിലും കിട്ടും. പക്ഷെ അതാണ് പ്രശ്നം. നമ്മളിങ്ങനെ വിരുത്തിയിട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെറുക്കി വെക്കൽ വളരെ വലിയൊരു ടാസ്ക് ആയിരിക്കും. അതല്ലാത്ത പക്ഷെ നല്ലൊരു പ്രൊഡക്റ്റാണ്. ഇപ്പോൾ ഇതെല്ലാം ഇവൻ തന്നെയാണ് ഫുള്ള് എടുത്ത് വെച്ചിട്ട് എന്താ പറയുക സെറ്റാക്കി വെച്ച് തരാം കേട്ടോ. അതുകൊണ്ട് എനിക്ക് വലിയ ബുദ്ധിമുട്ടില്ല. പിന്നെ വളരെ ചില സമയങ്ങളിൽ വാശി പിടിച്ച് മാത്രം പരത്തിയിട്ട് പോവലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നെക്സ്റ്റ് 4 എണ്ണം ഉണ്ട്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 257 ആണ് ഇപ്പം നോക്കുന്ന സമയത്ത്. ഞാനിത് പർച്ചേസ് ചെയ്തത് ഏകദേശം 249 സംതിങ് എത്രയൊക്കെ ആയിരുന്നു. എന്നാലും 257 എന്ന് പറയുമ്പോഴും
ഈ ഒരു പ്രൈസിന് നല്ല ക്വാളിറ്റി വൈസ് നല്ല അഫോർഡബിൾ ആണ് കേട്ടോ. അപ്പോൾ ഇതും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ തന്നെ വേറെ വേറെ വരുന്നുണ്ട് തോന്നുന്നു. അതായത് ഇപ്പം ഈ 4 സെറ്റ് പല തരത്തിൽ, ഇപ്പം വെഹിക്കിൾസിന് പകരം വേറെ ബേർഡ്സോ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട് തോന്നുന്നു. ഞാനിതാണ് ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് നല്ലൊരു ഐറ്റം ആണ്. നമുക്ക് ക്വാളിറ്റി ഉള്ള കാരണം കൊണ്ട് തന്നെ പിന്നീട് എടുത്ത് വെക്കാവുന്നതും. അതുപോലെ തന്നെ ഇനിയിപ്പോൾ നിങ്ങൾക്ക് കുട്ടികൾക്ക് അല്ലെങ്കിൽ കൂടെ ഒരു 1ാം പിറന്നാളോ അല്ലെങ്കിൽ പിറന്നാളിനൊക്കെ നമുക്ക് ഇൻവിറ്റേഷൻസ് ഒക്കെ വരുമ്പോൾ കുട്ടികൾക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഈ ഡ്രസ്സുകളൊന്നും എടുത്തു കൊടുക്കാതെ, ഡ്രസ്സുകളൊക്കെ ഒരുപാട് കിട്ടുമല്ലോ. അതുപോലെ അച്ഛനും അമ്മയുടെയും ചോയ്സിനനുസരിച്ച് ഡ്രസ്സ് എടുക്കുക എന്നുള്ളതായിരിക്കും ബെറ്റർ. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ കൊടുക്കുക. അപ്പോൾ അത് അവർക്ക് കുട്ടികൾക്ക് പിന്നീട് എന്താ പറയുക, ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് യൂസ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. അച്ഛനും അമ്മയ്ക്കും സന്തോഷമാവും, കുട്ടികൾക്കും സന്തോഷമാവും. മൊത്തത്തിലൊരു വെറൈറ്റി സംഭവമല്ലേ. അതായത് നമ്മൾ സാധാരണ ഈ കിലുക്കും PP അതും ഇതും വാങ്ങി കൊടുക്കണതിന് പകരം ഇങ്ങനത്തെയൊക്കെ വാങ്ങി കൊടുക്കുമ്പോൾ രണ്ടുണ്ട് ഗുണം എന്ന് പറയുന്ന മാതിരി. ഇതാണ് അപ്പോൾ 2ാമത്തെ സെറ്റ്. ഈ ഒരു പ്രൊഡക്റ്റിൻ്റെ എടുത്ത് പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഇതിൻ്റെ പാക്കിംഗ് ആണ് കേട്ടോ. ഇത് ഫസ്റ്റ് ഒരു ബോക്സ് ആയിട്ടാണ് ഉണ്ടായിരുന്നത്. പിന്നെ അതിൽ ഒരു ബബിൾ റാപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനുശേഷം വീണ്ടും ഇതുപോലെ കണ്ടോ ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ടുണ്ട്. അത്രയും നല്ല പെർഫെക്റ്റ് ക്വാളിറ്റിയിലാണ് കേട്ടോ അവരത് മീൻസ് പൊതിഞ്ഞ് നമുക്ക് കയ്യിൽ എത്തിച്ചിരിക്കുന്നത്. എനിക്ക് അതുകൊണ്ട് തന്നെ നല്ല ക്വാളിറ്റി ഫീൽ ചെയ്തു. ഉപയോഗിച്ച് നോക്കിയവർക്ക് അറിയാൻ പറ്റും. ഉപയോഗിച്ച് നോക്കാത്തവരാണെങ്കിലും കുട്ടികളുള്ള പാരൻസ് ഒക്കെ ആണെങ്കിൽ ഒരു മസ്റ്റ് ബൈ ഐറ്റംസ് തന്നെയാണ് കേട്ടോ ഇത്. നെക്സ്റ്റ് പ്രൊഡക്റ്റ് വരുന്നത് ഇങ്ങനെ ഒരു ബിസി ബുക്കാണ് കേട്ടോ. അത് ഞാൻ കുറേ സെർച്ച് ചെയ്ത് കണ്ടുപിടിച്ചൊരു സംഭവമാണ്. അതായത് ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കുറേ എന്താ പറയുക ഇങ്ങനത്തെ ബുക്കുകളുടെയൊക്കെ ആഡ് കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ അതൊക്കെ അത്യാവശ്യം നല്ല റേറ്റും കണ്ടിട്ടുണ്ടായിരുന്നു. ഒരു അറൗണ്ട് ഒരു 500 എബവ് എല്ലാം കണ്ടതായിട്ടാണ് ഓർക്കുന്നത്. പിന്നെ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വിശ്വാസക്കുറവ്, ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ വരുമോ അങ്ങനത്തെ ഒക്കെ ഒരു പേടി. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ ഇനിയിപ്പോൾ എന്ത് ചെയ്യും, ഇങ്ങനത്തെ ഒരു ബുക്ക് കിട്ടാന്ന് വിചാരിച്ചിട്ട് നോക്കിയിരുന്ന് അങ്ങനെ മീഷോന്ന് കണ്ടുപിടിച്ചാണ് കേട്ടോ. സംഭവം നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമായിരിക്കും, ഇൻസ്റ്റഗ്രാമിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ടാവുമായിരിക്കും. ഇതേണ്ടോ ആപ്പിൾ ഇങ്ങനെ പറിച്ചെടുത്ത് ഒട്ടിക്കാൻ പറ്റുന്ന രീതിയിൽ പസിൽ ബുക്ക് തന്നെയാണ്. നല്ലൊരു പ്രൊഡക്റ്റ് ആണ് കേട്ടോ. സംഭവം ക്വാളിറ്റി വൈസ് പേപ്പറൊക്കെ കീറാൻ പറ്റും. വളരെ കഷ്ടപ്പെട്ട് വലിച്ചു കഴിഞ്ഞാൽ കീറാൻ പറ്റും, അത്രേ ഉള്ളൂ. അതല്ലാതെ പെട്ടെന്ന് കീറിയെടുക്കാനൊന്നും പറ്റില്ല. എന്നാലും ഇതിൻ്റെ ഒരു പ്രൊഡക്റ്റിൻ്റെ ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത് നല്ലതാണ് കേട്ടോ. ഇപ്പോൾ അതിങ്ങനെ കണ്ടോ ഒട്ടിക്കുക. അപ്പോൾ ആപ്പിൾ എവിടെ ചോദിക്കുമ്പോൾ ആപ്പിൾ എടുത്ത് ഒട്ടിക്കാം. അതുപോലെ ബോൾ എവിടെ ചോദിക്കുമ്പോൾ അപ്പോൾ അവർക്ക് ഈ പറഞ്ഞ മാതിരി തന്നെ ഇത് ബോളാണ്, ഇത് ഫിഷാണ്, അതുപോലെ ഇത് ഗേളാണ്. അപ്പോൾ ആ വേർഡുകളൊക്കെ അവരുടെ മൈൻഡിലേക്ക് വരില്ലേ. അതുപോലെ തന്നെ അവർക്കും നല്ല രസമായിട്ട് തോന്നും ഇങ്ങനെ വെളിച്ച് പുറത്തൊട്ടിക്കല്ലേ. അപ്പോൾ അതൊരു കളിയായിട്ട് തന്നെ അവർ പഠിച്ചോളും. ഇതിൻ്റെ കൂടെ തന്നെ ഇങ്ങനൊരു പെന്ന് വരുന്നുണ്ട്. ഇത് ഞാനിത് മാറ്റി വെച്ചേക്കായിരുന്നു കേട്ടോ, അവന് കൊടുക്കാറില്ല. ഇത് ഇങ്ങനെ വരച്ചിട്ട് മായ്ക്കാൻ പറ്റുന്നതാ. ഇതുണ്ടോ, ഇങ്ങനെ വരച്ച് കഴിഞ്ഞിട്ട് മായ്ക്കാൻ പറ്റുന്നത്. അപ്പോൾ ഇവന് എഴുതാനൊന്നും ആയിട്ടില്ലല്ലോ, അത് കാരണം കൊണ്ട് ഞാൻ പെന്ന് കൊടുക്കാത്തതാണ്. എഴുതാനൊക്കെ ആയിട്ടുള്ള കുട്ടികളാണെങ്കിൽ കണ്ടോ ആൽഫബറ്റ്സ് ഇവിടെ എഴുതാനുണ്ട്. കുത്ത് വെച്ചിട്ട് നമുക്ക് പൂരിപ്പിക്കാനുള്ള മാതിരി ABCD. അതിൻ്റെ കൂടെ തന്നെ A for ആപ്പിൾ, B for ബോൾ പഠിക്കുന്ന ആ ഒരു സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇതിൽ ഇതേ ഇങ്ങനെയൊക്കെയാണ് വരുന്നത്. പിന്നെ വന്നിട്ട് ഓരോ ആൽഫബറ്റ്സ് വരുന്നുണ്ട്. ഐയുടെ അവിടെ ഐസ്ക്രീം, ജെയുടെ അവിടെ ജ്യൂസ്, അതുപോലെ തന്നെ അല്ലെങ്കിൽ ജാർ, കെയുടെ അവിടെ കൈറ്റ്, എമ്മിൻ്റെ അവിടെ മങ്കി. ഇതൊക്കെ പറിച്ചെടുക്കാൻ പറ്റുന്നതാണ് കേട്ടോ. എല്ലാം പറിച്ചെടുക്കാൻ പറ്റുന്ന രീതിയിലാണ്. പിന്നെ ഇതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് QRS ആൽഫബറ്റ്സ് ഫുള്ള്. അപ്പോൾ ആൽഫബറ്റ്സ് അവർ പഠിക്കാനും ഇത് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇവിടെ വാട്ടർമെലൻ. ഈ സൈലോഫോണൊന്നും ആ ബുക്കുകളുടെ ഇടയിലാണ് തോന്നുന്നു, കാണുന്നില്ല. ഇതാണ് പ്രശ്നം, നമ്മൾ പിറക്കി കൂട്ടേണ്ടി വരും, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ കണ്ടോ 1 ഓരോ എത്രയാണ്, ഇത് 1 ആണ്, ഇതിൽ എത്ര ഉണ്ട് 2 ആണ്, ഇതിൽ 3 ഉണ്ട്. അങ്ങനെ 1 2 3 പഠിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുള്ളായിരിക്കും. നെക്സ്റ്റ് പേജ്. പിന്നെ ഇതൊരു ലയണാണ് കേട്ടോ. ലയൺ ഇങ്ങനെ മുഖം എവിടെ, ലയണിൻ്റെ മുഖം എവിടെ, അതുപോലെ ലയണിൻ്റെ ബോഡി എവിടെ, അങ്ങനെ നമുക്ക് ഫിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർക്ക് ഹെൽപ്ഫുള്ളായിരിക്കും. പിന്നെ ഇത് എണ്ണീട്ട് വെക്കാനുള്ളതാണ്. 8 9 10 കണ്ടോ, 1 2 3 4 5 6 അവരെ കൊണ്ട് എണ്ണിക്കാൻ പറ്റും. എന്നിട്ട് എവിടെ അപ്പോൾ 8 എവിടെ എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് അതെടുത്ത് വെക്കാനും അങ്ങനെയൊക്കെ നമുക്ക് പഠിപ്പിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ അവർ അത്യാവശ്യം ആ ഒരു ഇതിൽ എൻഗേജ്ഡ് ആയിട്ടിരിക്കും. നമ്മളെങ്ങനെ ഒരുപാട് ഇങ്ങനെ ഇപ്പോൾ വെറുതെ ഇരിക്കുമ്പോഴോ അല്ലെങ്കിൽ TV വെച്ച് കൊടുക്കണ കുട്ടികൾക്കൊക്കെ ഉണ്ടാവില്ലേ, അവർക്ക് ഇങ്ങനെ ഒന്നും ചെയ്യാനില്ലാതെ ബോറടിച്ചിരിക്കുമ്പോഴാവുമല്ലോ അങ്ങനെയൊക്കെ അവസ്ഥ വരിക. അപ്പോൾ ഈ ഒരു ബുക്ക് വന്നിട്ട് ബിസി ബുക്ക് എന്ന് പറയുന്നത് തന്നെ ആ കുട്ടികളെ തന്നെ ബിസി പസിൽ ബുക്ക് എന്നാണ്. ബിസി ആക്കിയിട്ട് അവരിനെ നല്ല ക്വാളിറ്റി ടൈം അവർക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട്
എനിക്ക് നല്ല ഹെൽപ്ഫുൾ ആയിട്ട് തോന്നി. ബുക്കിന്റെ ബാക്കിൽ കാണിച്ചിട്ടുണ്ട് ഇവരുടെ തന്നെ വേറെ ഇതേപോലത്തെ പ്രൊഡക്റ്റുകൾ. ഇവർക്ക് തന്നെ സ്പേസ് ബിസി പസിൽ ബുക്ക് ഉണ്ട്, സ്പേസിലത്തെ കാര്യങ്ങളൊക്കെ കാണിച്ചുകൊണ്ട് ഫോട്ടോസ്. ഞാൻ എടുത്തിരിക്കുന്നത് ആൽഫബറ്റ് ആൻഡ് നമ്പേഴ്സിന്റെ ബിസി പസിൽ ബുക്കാണ്. അതുപോലെ തന്നെ യൂണിക്കോൺ ബിസി പസിൽ ബുക്ക്, ദിനോസർ ബിസി പസിൽ ബുക്ക്, അതുപോലെ ജംഗിൾ ബിസി പസിൽ ബുക്ക്, ഷേപ്സ് ആൻഡ് കളേഴ്സ്, ഓഷ്യൻ, പ്രിൻസസ്, അങ്ങനെ കുറേ ഈ സീരീസിൽ ഇവർ ഇറക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എനിക്ക് അത്യാവശ്യം നല്ല വർത്തായിട്ടാണ് തോന്നിയത്. ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 223 രൂപയാണ്. ആ 223 രൂപയ്ക്ക് എനിക്കിത് നല്ല വർത്തായിട്ടാണ് തോന്നുന്നത്. നിങ്ങൾ ഇങ്ങനത്തെ ബുക്കുകളൊക്കെ അന്വേഷിച്ച് നടക്കുകയാണെന്നുണ്ടെങ്കിൽ ബെസ്റ്റ് ചോയ്സ് ആണ് കേട്ടോ മീഷോയില്. ബാക്കിയുള്ള സൈറ്റുകളെ നോക്കുന്നേക്കാൾ ഈ പ്രൊഡക്റ്റ് ഞാൻ ഫ്ലിപ്കാർട്ടിലൊക്കെ കമ്പയർ ചെയ്തായിരുന്നു. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലും പ്രൈസിലും കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ കുട്ടികൾക്കും ഇത് നന്നായിട്ട് ഇഷ്ടപ്പെടുന്നതാണ് എനിക്ക് തോന്നുന്നത്. ശിവുന് ഭയങ്കര ഇഷ്ടമാണ് ഇത് കളിക്കാൻ വേണ്ടിയിട്ട്. മീൻസ് കുട്ടികളുള്ളവരൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഗിഫ്റ്റ് പർപ്പസിനും നല്ലതായിരിക്കും. അതുപോലെ മറ്റേ വുഡന്റെ കണ്ടില്ലേ, അതും ഇതൊക്കെ കൂടെ നമുക്ക് സെറ്റ് ആയിട്ട് ഗിഫ്റ്റ് ഒക്കെ കൊടുക്കുമ്പോൾ അവർക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ഈ കിട്ടുന്ന ആൾക്കാർക്ക്, ഗിഫ്റ്റ് കിട്ടുന്ന ആൾക്കാർക്ക് കുറച്ചുകൂടെ നന്നായിരിക്കും. നമ്മൾ ഈ ഡ്രസ്സും അതും ഇതൊക്കെ കുട്ടികൾക്ക് എടുത്തു കൊടുക്കണൊക്കെ ഏറ്റവും ബെസ്റ്റ് ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഈ ഒരു പ്രൊഡക്റ്റ് കയ്യിൽ കിട്ടുന്നവരെ എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. കാരണം ആമസോണിലും ഫ്ലിപ്കാർട്ടിലും ബാക്കി ഇൻസ്റ്റാഗ്രാം പേജസിലൊക്കെ നോക്കിയപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കണ്ടു. ഏകദേശം ഒരു 500 എബവ് എന്തായാലും ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ മീഷോയിൽ പക്ഷേ ഈ ഒരു പ്രൈസിന് ബിസി പസിൽ ബുക്ക് ഉണ്ടെന്ന് കണ്ടപ്പോൾ, അതായത് 236 രൂപയ്ക്ക് ഈ ഒരു ബുക്ക് നമുക്ക് കയ്യിൽ കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യം തന്നെയായിട്ട് എനിക്ക് തോന്നിയത്. അപ്പോൾ കിട്ടുന്നവരെ എനിക്ക് ഡൗട്ടായിരുന്നു ഇത് ഞാൻ ഉദ്ദേശിച്ച മാതിരി തന്നെ ഉണ്ടാവുമോ എന്നുള്ളത്. പക്ഷെ വന്നപ്പോൾ നല്ല ക്വാളിറ്റി ആയിരുന്നു കേട്ടോ. നിങ്ങൾക്ക് ഈ ഇതിൽ കാണുന്നുണ്ടല്ലോ, ഇപ്പോഴും ശിവ അത് യൂസ് ചെയ്യുന്നുണ്ട്. ഇത് ഏകദേശം 2+ ഇയേഴ്സിനൊക്കെ നല്ല ബെസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എഴുതാനൊക്കെ തുടങ്ങുന്ന കുട്ടികൾക്കൊക്കെ എഴുതി പഠിക്കാനൊക്കെ ആയിട്ട് നല്ല ഹെൽപ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് തന്നെയാണ്. ആപ്പിൾ എവിടെ? ആപ്പിൾ ഡക്ക് എവിടെ? നെക്സ്റ്റ് ബുക്ക് ഇതേ, ഇത് 101 പഞ്ചതന്ത്ര ടെയിൽസ് എന്ന് പറഞ്ഞിട്ട് ഇത് സ്റ്റോറി ബുക്കാണ് കേട്ടോ. കുട്ടികളുടെ സ്റ്റോറി ബുക്കാണ്. സത്യം പറഞ്ഞാൽ ശിവുവിന് ഇതിനുള്ളതായിട്ടില്ല. ഞാനിങ്ങനെ കണ്ടപ്പോൾ വാങ്ങിയെന്ന് മാത്രം. ഇങ്ങനെ രാത്രിയൊക്കെ ഇങ്ങനെ സ്റ്റോറീസ് ഒക്കെ പറഞ്ഞു കൊടുക്കാം എന്നൊക്കെ വിചാരിച്ചിട്ട്, പക്ഷെ ഒന്നും നടക്കാറില്ല. കുട്ടികൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, അതായത് ഒരു 1, 2 ക്ലാസ്സിൽ 3 ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ട് വായിപ്പിക്കാനൊക്കെ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള രീതിയിലുള്ളതാണ് കേട്ടോ. കുഞ്ഞു കുഞ്ഞു കഥകളാണ്. പഞ്ചതന്ത്ര സ്റ്റോറീസ് ഉണ്ടല്ലോ, അതാണ്. അപ്പൊ അതിൽ തന്നെ ഫോട്ടോസും. അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ ആയ കുട്ടികൾക്കാണ് നല്ലത് കേട്ടോ. പിന്നെ അതല്ലെന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ ബെഡ് ടൈം സ്റ്റോറീസ് ഒക്കെ വായിച്ചു കൊടുക്കുകയാണെങ്കിലും ബെറ്റർ ആയിരിക്കും. പക്ഷെ അതിന് കുറച്ചുകൂടെ എൻഗേജ്ഡ് ആയിട്ട് ഇങ്ങനെ പറച്ചൊട്ടിക്കാനൊക്കെ പറ്റുന്ന രീതിയിൽ പെപ്പാ പിഗിന്റെ ഒക്കെ കണ്ടിട്ടില്ലേ, അങ്ങനത്തെ ഒക്കെ ആയിരിക്കും ബെറ്റർ. എന്നാലും കുഴപ്പമില്ല. ഇവരുടെ തന്നെ സീരീസ് ഇതിന്റെ ബാക്കിൽ കൊടുത്തിട്ടുണ്ട്. പഞ്ചതന്ത്ര സ്റ്റോറീസ് ഉണ്ട്, ഈസോപ്പ് കഥകൾ, ആനിമൽ സ്റ്റോറീസ്, അതുപോലെ തന്നെ ബെഡ് ടൈം സ്റ്റോറീസ് എന്ന് പറഞ്ഞിട്ട് വേറെ സെപ്പറേറ്റ് ബുക്ക് ഉണ്ട്. ഫെയറി ടെയിൽസ്, മിത്തോളജിക്കൽ സ്റ്റോറീസ്, റൈംസ്, മോറൽ സ്റ്റോറീസ്, ഗ്രാൻഡ്മ സ്റ്റോറീസ്, അമ്മൂമ്മ കഥകൾ, അങ്ങനെ കുറേ ഉണ്ട്. പക്ഷെ ബുക്ക് നോക്കുമ്പോൾ നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. ഇവനായിട്ടില്ല എന്നേ ഉള്ളൂ. പക്ഷെ വേണമെന്നുണ്ടെങ്കിൽ ഇവന് കഥയൊക്കെ പറഞ്ഞു കൊടുത്ത് ഈ ഇംഗ്ലീഷ് വായിക്കുമ്പോൾ കൂടുതലും മനസ്സിലാവാത്ത ഭാഷയെ കണ്ട് അവ അങ്ങനെ നോക്കിയിരിക്കില്ലല്ലോ. പക്ഷെ പതിയെ 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 അവരതിൽ ആ വേർഡുകളൊക്കെ പഠിക്കാനാണെങ്കിൽ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറീസ്. ഇപ്പം കണ്ടോ, എല്ലാ സ്റ്റോറീസും മാക്സിമം ഇത്രേ വരുന്നുള്ളൂ. കുഞ്ഞു പാരഗ്രാഫാണ്. നമുക്ക് പെട്ടെന്ന് തന്നെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാനായിട്ട് പറ്റാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 131 രൂപയാണ്. 131 രൂപയ്ക്ക് ഇതും വർത്ത് ആണ് കേട്ടോ. ഇത്ര വലിയ പ്രൈസ് ഒന്നായിട്ട് തോന്നുന്നില്ലല്ലോ. ക്വാളിറ്റി എന്ന് പറയുന്നത് സാധാ പേജസ് അല്ല വരുന്നത്. കണ്ടോ, അങ്ങനെ ഒരു പിരിമിനത്ത്. എനിക്ക് ഇതിന് എന്താ പറയേണ്ടതെന്ന് അറിയില്ല. ഇങ്ങനത്തെ ഒരു പേജാണ്, A4 പേജ് മാതിരത്തെ അങ്ങനത്തെ അല്ല. എന്നാലും കീറാൻ പറ്റും. കുട്ടികളുടെ കയ്യിൽ കൊടുത്തു കഴിഞ്ഞു വെച്ചാൽ കീറി പറയ്ക്കുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ 101 കഥകളൊക്കെ ചിലപ്പോൾ 1001 കഥകളൊക്കെ ആവാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിന് എനിക്ക് വർത്തായിട്ടാണ് തോന്നുന്നത്. അപ്പോൾ അത് ഈ പറഞ്ഞ മാതിരി തന്നെ എന്തായാലും വായിക്കാനൊക്കെ തുടങ്ങിയിട്ടുള്ള കുട്ടികൾക്കൊക്കെ ആയിരിക്കും കേട്ടോ നന്നായിട്ടുണ്ടാവുക. ബെഡ് ടൈം സ്റ്റോറീസൊക്കെ ആയിട്ട് പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും ഓക്കെയാണ്. പക്ഷെ ഇത് പെട്ടെന്ന് കീറി പോകാൻ ചാൻസ് ഉള്ള അങ്ങനത്തെ പേജുകളാണ്. എനിക്ക് തോന്നുന്നു കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ളത് പ്ലേ സ്കൂളിലോ അല്ലെങ്കിൽ KG അതിലൊക്കെ പോണ കുട്ടികൾക്ക് ഈ സ്റ്റോറി ടെല്ലിംഗ് ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ സ്റ്റോറീസൊക്കെ പഠിപ്പിച്ചു കൊടുക്കാൻ നന്നായിരിക്കും. കുഞ്ഞു കുഞ്ഞു ഷോർട്ട് സ്റ്റോറീസാണ് പഞ്ചതന്ത്ര റിലേറ്റഡ് ആയിട്ടുള്ളത്. ഞാൻ ലാസ്റ്റ് ആയിട്ട് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു 12 സെറ്റിന്റെ ബുക്സ് ആണ് കേട്ടോ. ഇതൊക്കെ 4 പേജേ ഉള്ളൂ. ഓരോന്നും ഇങ്ങനെ ഇപ്പൊ ഇത് നമ്പേഴ്സ്, അതുപോലെ വെജിറ്റബിൾസ്,
പിന്നെ വന്നിട്ട് ഫ്രൂട്ട്സ്, അങ്ങനെ സെപ്പറേറ്റ് ആയിട്ട്, പക്ഷേ അത്യാവശ്യം നല്ല ക്വാളിറ്റി, അതായത് ഈ പറഞ്ഞ മാതിരി തന്നെ മിനുമിനുത്ത പേജാണ്, കീറാനായിട്ട് പറ്റും, അതല്ലാതെ കീറാൻ പറ്റാത്ത ആ ഒരു ടൈപ്പ് അല്ല കേട്ടോ. ഇത് 12 സെറ്റാന്ന് പറഞ്ഞല്ലോ, അപ്പോൾ പകുതി സെറ്റൊക്കെ അവൻ നന്നായിട്ട് പഠിച്ച കാരണം കൊണ്ട് 2 പേജൊക്കെ പോയിട്ടുണ്ട്. ബാക്കിയുള്ളതൊക്കെ ഇതേ കറക്റ്റ് ആയിട്ടുണ്ട്. നമ്പേഴ്സ് ഞാൻ പറഞ്ഞല്ലോ, അതുപോലെ ഗുഡ് ഹാബിറ്റ്സ് എന്ന് പറഞ്ഞിട്ട് ബോഡി പാർട്സ്, ഗുഡ് ഹാബിറ്റ്സ്, അങ്ങനെ കുറേ വരുന്നുണ്ട്. ഞാൻ അതിൻ്റെ ആ പർച്ചേസ് ചെയ്ത സമയത്തുള്ള വീഡിയോ എൻ്റെ കയ്യിലുണ്ട്, ഞാനതോടെ കൊടുക്കാം. എനിക്കിത് നന്നായിട്ട് യൂസ്ഫുൾ ആയിട്ട് തോന്നിട്ടോ. അത്യാവശ്യം നല്ല ക്വാളിറ്റിയിലുള്ള പ്രിന്റുകളാണ് വന്നിരിക്കുന്നത്. ഇപ്പൊ ഇത് കണ്ടോ, അങ്ങനെ തിരിച്ചു പിടിച്ച കാരണം ആപ്പിൾ, മാംഗോ, ഓറഞ്ച്, ഗ്രേപ്സ്, ഇതൊക്കെ അവർ പെട്ടെന്ന് പഠിക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇപ്പൊ ഇവനെ സംബന്ധിച്ച് ഇവനിങ്ങനെ പിക്ചർ കാണുമ്പോൾ പെട്ടെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട്. അപ്പോൾ എല്ലാ കുട്ടികളും അങ്ങനെ തന്നെയായിരിക്കും. ഈ ഒരു ഏജിൽ അവർ എന്ത് കണ്ടാലും കണ്ട് പഠിക്കുന്ന ആ ഒരു സമയമാണല്ലോ. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് നല്ല രീതിയിൽ പഠിപ്പിച്ചു കൊടുക്കണം. നല്ല ക്വാളിറ്റിയാണ് കേട്ടോ, പിക്ചേഴ്സൊക്കെ ഭയങ്കര ക്വാളിറ്റിയാണ്. നല്ല എന്താ പറയുക, എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. നല്ല കളർഫുൾ ബുക്കുകളാണ് എല്ലാം വന്നിരിക്കുന്നത്. അതിലിപ്പോൾ അതിപ്പോൾ അവന് വലിയ പിടുത്തില്ലാത്ത ഈ വെഹിക്കിൾസ് തന്നെയാണ്. ചിലതൊക്കെ വെഹിക്കിൾസ് ഞാൻ പോലും കേൾക്കാത്ത സംഭവങ്ങളൊക്കെ കാണാറുണ്ട്. അത് മാത്രമേ തന്നെയുള്ളൂ. ബാക്കിയൊക്കെ അത്യാവശ്യം അവനിങ്ങനെ കണ്ട് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അവൻ നന്നായിട്ട് യൂസ് ചെയ്യുന്ന ബുക്കുകളാണിത്. എപ്പോഴും ഈ ബുക്സ് എടുക്കാൻ പറയുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കാരണം കുറേ ഇങ്ങനെ പിക്ചേഴ്സ് കാണാമല്ലോ, അതിൻ്റെ ഒരു ആക്രാന്തത്തിൽ. ഇത് ഈ 12 സെറ്റ് ബുക്കിന് വന്നിട്ട് 166 രൂപയാണ് ആയിരിക്കുന്നത്. അപ്പോൾ 166 രൂപയ്ക്കും എനിക്ക് വലിയ പ്രശ്നമായിട്ട് തോന്നുന്നില്ല. അത്യാവശ്യം നല്ല വേർത്തായിട്ടാണ് തോന്നുന്നത്. കാരണം അവൻ ഏറ്റവും കൂടുതൽ പെട്ടെന്ന് എടുക്കുന്നത് ഇതും ആ പില്ലോ ബുക്കുമാണ്. പെട്ടെന്ന് അവന് എന്താ പറയുക, എടുക്കാൻ ഇഷ്ടപ്പെടുന്നത്. ബാക്കിയുള്ളത് എടുക്കാൻ ഇഷ്ടപ്പെടാനിട്ടല്ല ഞാനങ്ങനെ കൊടുക്കാറില്ലേ. കാരണം ചില സമയങ്ങളിൽ ഞാൻ തന്നെ ഇത് തപ്പി നടക്കണം, അതിൻ്റെ ഓരോ പാർട്സുകൾ, അത് കാരണം കൊണ്ട്. അപ്പം ഇതാവുമ്പോൾ അവനും ഇഷ്ടമാണ്. പിന്നെ ഞാനും ഈ പറഞ്ഞ മാതിരി എപ്പോഴും അവന് കയ്യെത്താവുന്ന ദൂരത്തിൽ വെക്കുന്ന സംഭവങ്ങളാണ്. മറ്റേ എന്താ പറയുക, ഒരു വുഡൻ്റെ ആണെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ ഒട്ടിച്ച് വെക്കാവുന്ന ബുക്ക് പറഞ്ഞില്ലേ, ബിസി പസിൽ ബുക്ക്, അതും ഞാൻ എടുത്തു വെക്കുക പതിവ്. അത്രയും ഇതൊക്കെ മടുത്തെങ്കിൽ മാത്രമേ അത് കൊടുക്കാറുള്ളൂ. പിന്നെ കുറേ ടോയ്സ് ഉണ്ടല്ലോ, അപ്പോൾ അവരിങ്ങനെ ദിവസം മുഴുവൻ എൻഗേജ്ഡ് ആയിട്ട് ഇരുന്നോളൂ എന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ ഇതിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ വെറും 173 രൂപയ്ക്കാണ് ഇപ്പോൾ കാണുന്നത്. ഇതിന് 12 സെറ്റ് ബുക്ക് വളരെ വർത്താണ് കേട്ടോ. എന്തായാലും വാങ്ങി നോക്കാവുന്നതാണ്. നിങ്ങളുടെ കുട്ടികൾക്ക് നന്നായിട്ട് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, അതിന് ഞാൻ ഗ്യാരണ്ടി. ഇതിൻ്റെ തന്നെ എല്ലാം കമ്പൈൻ ചെയ്തിട്ടുള്ള ബോർഡ് ടൈപ്പ് ബുക്കും ഉണ്ട്. അതായത് കുറച്ചുകൂടെ കട്ടിയുള്ള പേപ്പർ വരുന്നത്. പക്ഷേ ഞാൻ ഇതാ വാങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നി ഇത് തന്നെയായിരുന്നു ബെറ്റർ എന്നുള്ളത്. കാരണം അവൻ പെട്ടെന്ന് ഇത് എടുക്കാനാണെങ്കിലും പഠിക്കാനാണെങ്കിലും ഒക്കെ കുറച്ചുകൂടെ അവന് ഹാൻഡിൽ ചെയ്യാൻ എളുപ്പമാണ് കുട്ടികൾക്കാവുന്ന സമയത്ത്. അപ്പോൾ ഇതിൽ ഒരുവിധം എല്ലാം നമുക്ക് പഠിപ്പിക്കാം. ഇപ്പോൾ ബേർഡ്സ് ആണെങ്കിലും ആനിമൽസ് ആണെങ്കിലും വെജിറ്റബിൾസ് ആണെങ്കിലും എല്ലാം അതിൽ വരുന്നുണ്ട് കേട്ടോ. അതുപോലെ കളിക്കാൻ ആരുമില്ലാത്തവർക്ക് കുട്ടികൾക്ക് എന്ന് പറയില്ലേ, വീട്ടിലും പരിസരത്തൊന്നും വേറെ കുട്ടികളൊന്നും കളിക്കാനില്ല. പിന്നെ ഞാൻ ഈ പറഞ്ഞ മാതിരി TV അല്ലെങ്കിൽ ഫോൺ അങ്ങനെയൊന്നും കാണിക്കാറുമില്ല. പിന്നെ ഞാൻ വർക്കിന് ഇരിക്കുന്ന സമയത്ത് ആള് കുറച്ചിങ്ങനെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് വെറുതെ ഇങ്ങനെ ഇരിക്കില്ല. അവനെ സംബന്ധിച്ച് അവന് ബോറടിക്കുക അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നമാണ്. അങ്ങനെ കളിക്കാനാണെങ്കിൽ ഒറ്റയ്ക്ക് എന്താ ഇപ്പൊ കളിക്കുക എന്ന് പറയുന്ന സംഭവം അവൻ അറിയുമെന്ന് അറിയില്ല. അങ്ങനെ അപ്പോൾ ഈ പറഞ്ഞ മാതിരി അങ്ങനെ ഒരു പരിഹാരം എന്നുള്ള രീതിയിൽ വാങ്ങിയതായിരുന്നു കേട്ടോ ഞാൻ ഇത്രയും പ്രൊഡക്റ്റുകൾ. ഒറ്റ പ്രാവശ്യം എല്ലാം കൂടെ വാങ്ങുക ചെയ്തത്. കാരണം എനിക്ക് തന്നെ ഇങ്ങനെ എനിക്കാണെന്നുണ്ടെങ്കിൽ വർക്ക് ചെയ്യാനിരിക്കുമ്പോൾ എനിക്കൊരു സമാധാനമില്ല. അവനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ ഇങ്ങനെ ഇറിറ്റേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പറയാൻ പറ്റില്ല. കാരണം അവനെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടേ, അവനൊന്നും ചെയ്യാനില്ലല്ലോ, അത് കാരണം കൊണ്ട്. അപ്പോൾ ആ ഒരു അവസരത്തിൽ വേറെ നിവൃത്തിയില്ലാതെ വാങ്ങിയതാണ്. പക്ഷെ വാങ്ങിയതിന് ശേഷം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും. അതുപോലെ പിന്നീടുള്ള ഞാൻ എന്തെങ്കിലും പിറന്നാളുകളോ അതുപോലെ എന്തെങ്കിലും കുട്ടികൾക്ക് ഗിഫ്റ്റ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും ഉപകാരപ്പെടുന്ന രീതിയിലാണ് ഞാൻ കൊടുക്കാനായിട്ട് ശ്രമിക്കാറുള്ളത്. നല്ലോണം ചെറിയ കുട്ടികൾക്ക് പറ്റില്ലെങ്കിലും ഒരു 1+ ഇയേഴ്സിന് നന്നായിട്ട്, ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ നല്ലോണം ഹെൽപ്ഫുൾ ആയിട്ട് വരുന്നതാണ്. 1+ ഇയേഴ്സിന് ഒരു 5 വയസ്സിന് താഴെയുള്ള എല്ലാ കുട്ടികൾക്കും അത്യാവശ്യം നല്ല രീതിയിൽ അവർ എൻഗേജ്ഡ് ആയിട്ട് ഇരിക്കാനാണെങ്കിലും അതേസമയം അവരുടെ ബ്രെയിൻ ഡെവലപ്മെന്റിനും അതുപോലെ തന്നെ ഹാൻഡ് ഐ കോർഡിനേഷനും അതുപോലെ എല്ലാ തരത്തിലും അവരുടെ മാനസികമായിട്ടും ശാരീരികമായിട്ടൊക്കെ എല്ലാ ഡെവലപ്മെന്റ്സ് നടക്കുന്ന ഒരു ഏജ് ആണല്ലോ. അപ്പോൾ ഈ പറഞ്ഞ പോലെ വൊക്കാബുലറി ഇൻക്രീസ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ നമ്മളിത് പറഞ്ഞു കൊടുത്താൽ തന്നെയാണല്ലോ അവർക്ക് അറിയുള്ളൂ. നമ്മൾ സ്ട്രെസ് ചെയ്ത് ഇത് പഠിക്കടാ അത് പഠിക്കടാ എന്ന് പറയുന്നല്ല, അവരായിട്ട് തന്നെ കണ്ട് അമ്മ ഇതെന്താന്ന് നോക്കി പഠിച്ചോളും. അല്ലാതെ നമ്മൾ അയ്യോ വേഗം ഇന്ന് ഇപ്പോൾ ഇത് പഠിക്കുക, ഇന്ന് ഫ്രൂട്ട്സ് വേഗം പഠിച്ച് തീർക്ക്, അല്ലെങ്കിൽ അങ്ങനെ നമ്മൾ സ്ട്രെസ് ചെയ്യണില്ല കേട്ടോ. നമ്മൾ കളിക്കാനുള്ള സംഭവം കൊടുക്കുന്നു, അതേസമയം അതൊരു ക്വാളിറ്റി ടൈമാക്കി മാറ്റാൻ എന്ത് ചെയ്യാം എന്നുള്ളത്
അന്വേഷിച്ചപ്പോൾ കണ്ടു എന്ന് മാത്രം. അപ്പോൾ എന്നെപ്പോലെയുള്ള ഇതുപോലെ ചിന്തിച്ചിരിക്കുന്ന അമ്മമാർക്ക് ഇതൊരു ഹെൽപ്ഫുൾ ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങൾ ഇതിൽ ഏതെങ്കിലും പ്രൊഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ അഭിപ്രായം പറയുക. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുള്ളതായതുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു വീഡിയോ ഇടുന്നത്. ഇത് വാങ്ങിയിട്ട് കുറേ ദിവസങ്ങളല്ല മാസങ്ങളായിട്ടുണ്ടാവും. അപ്പോൾ ഈ പറഞ്ഞ മാതിരി പിന്നെ വീഡിയോ എടുക്കാൻ ഡിലേ വന്ന കാരണം കൊണ്ടാണ്. പിന്നെ ഞാൻ ചോദിച്ചു, ഇതുപോലെ എന്നെപ്പോലെ ഇങ്ങനെ സെർച്ച് ചെയ്ത് നടക്കുന്ന കുറേ അമ്മമാരുണ്ടാവുമല്ലോ, അവർക്കൊരു ഹെൽപ്ഫുൾ ആവട്ടെ എന്ന് വിചാരിച്ചു. അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടു, അതുപോലെ ഹെൽപ്ഫുൾ ആയി എന്ന് വിചാരിക്കുന്നു. അതല്ല, നിങ്ങൾക്ക് ഈ പറഞ്ഞ മാതിരി ഈ ചെറിയ കുട്ടികളുള്ള ഫ്രണ്ട്സോ അല്ലെങ്കിൽ സഹോദരികളോ അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് തീർച്ചയായിട്ടും ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും, അതെനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. അതുവരെ എല്ലാവർക്കും ടാറ്റാ.